ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് വിട പറഞ്ഞ ഒരു വാർത്ത കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരനാണ് ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നതും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതൊക്കെ ഈ കുട്ടി അഹമ്മദ് കുട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ്. കാരണം മെയിൻ റോഡിൽ തന്നെയാണ് ഈ കുട്ടി അഹമ്മദ് കുട്ടിയുടെ വീട് വരുന്നത്. താനൂർ, മലപ്പുറം ജില്ലയിലെ താനൂറാണ് സ്ഥലം. താനൂർ ജംഗ്ഷനിൽ നിന്ന് ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു കൂനൻ പാലമുണ്ട്. അതിൻ്റെ അടുത്താണ് ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വീട് വരുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഏറെ കാലത്തോളം ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് പദവികൾ വഹിച്ച ഒരു വ്യക്തിയാണ് ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. ജില്ലാ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും മുതിർന്ന ഒരുപാട് നേതാക്കന്മാരുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഈ കുട്ടി അഹമ്മദ് കുട്ടി. അതുമാത്രമല്ല, താനൂർക്കാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ കുട്ടിയാമുട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. താനൂരുള്ള ചെറുതും വലുതുമായ എല്ലാവർക്കും ഒരുപോലെ പരിചിതമുള്ള ഒരു പേരും കൂടിയാണ് ഈ കുട്ടിയാമുട്ടി എന്നുള്ളത്. എന്തായാലും ഇന്ന് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. 1992 ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് താനൂരിനെ പ്രതിനിധീകരിച്ച് അവിടെ നിന്ന് ജയിച്ച് MLA ആയിട്ട് നിയമസഭയിൽ താനൂർക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലെത്തുന്നത്. പിന്നീട് 1996-ലും 2002-ലും അദ്ദേഹം തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്നും ജയിച്ച് MLA ആയി നിയമസഭയിലെത്തിയത്. 2004 ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടും കൂടി ഈ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനു പുറമെ മുസ്ലിം ലീഗിൻ്റെ താനൂർ മണ്ഡലം അധ്യക്ഷനായിട്ടും അതുപോലെ തന്നെ STU മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായിട്ടും മലപ്പുറം ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങളൊക്കെ ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഈ അവസാന കാലം വരെ അദ്ദേഹം തിരൂർ SSM പോളിടെക്നിക് കോളേജിൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാനും കൂടി ആയിരുന്നു. ആ ഒരു സ്ഥാനത്ത് ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. 1953-ലാണ് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ സൈദാലി കുട്ടി മാസ്റ്ററും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു വലിയൊരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു സ്കൂളുണ്ട്. ഞാനും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചു വളർന്നത്. SMMHSS രായിരമംഗലം എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. ഞാനൊക്കെ പഠിച്ച് ഏകദേശം ഹയർ സെക്കൻഡറി ഒക്കെ ഞാൻ പഠിച്ചത് ആ ഒരു സ്കൂളിൽ നിന്നായിരുന്നു. അതായത് ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഉപ്പയുടെ പേരിലുള്ള സൈദാലി കുട്ടി മെമ്മോറിയൽ മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ആ ഒരു സ്കൂളിലായിരുന്നു ഞാനൊക്കെ പഠനം നടത്തിയിരുന്നത്. ഞാൻ എല്ലാ ദിവസവും കാണുന്ന അദ്ദേഹത്തിൻ്റെ വീട് ഒരു റോഡ് സൈഡിൽ ഒരുപാട് ഒരു പറമ്പ്, ഇതെല്ലാം ഇവരുടെ സ്ഥലം തന്നെയാണ്. ഈ പറമ്പിൻ്റെ നടുവിലായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീടും. നമുക്ക് പോകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. കാരണം ചുറ്റും ഒരുപാട് പച്ചപ്പുകൾ, അതിൻ്റെ നടുവിലായിട്ടാണ് ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഒരു വീടുണ്ടായിരുന്നത്. താനൂർക്കാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. താനൂർ തീരദേശ മേഖലയിലൊക്കെ ഒരുപാട് സഹായങ്ങൾ പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം അങ്ങനെ പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലൊന്നും പിന്നെ സജീവമായിരുന്നില്ല. അവിടുന്ന് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എപ്പോഴും ലീഗിന് വേണ്ടി, മുസ്ലിം ലീഗിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾ തന്നെയായിരുന്നു ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചതിനുള്ള ഒരു ഒരു അവാർഡ് കൂടി ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു 2018. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും നേടിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. BSc പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനം. ആദ്യമായിട്ട് അദ്ദേഹം താനൂർ മണ്ഡലം അധ്യക്ഷനായിട്ടാണ് ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് വളരുന്നത്. അദ്ദേഹത്തിൻ്റെ വളർച്ച അവിടെ നിന്നായിരുന്നു. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് വഹിച്ച എല്ലാ സ്ഥാനങ്ങളിലും അദ്ദേഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിനെതിരെ പറയത്തക്ക ഒരു തെറ്റുകളും അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിനെതിരെ ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ട ഒരാളും കൂടിയാണ് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. ഇതിനോടകം ഒരുപാട് സംസ്ഥാന നേതാക്കൾ, ലീഗിൻ്റെ നേതാക്കളും മറ്റു രാഷ്ട്രീയ മതസംഘടനകളും എല്ലാ ആൾക്കാരും ഇതിനോടകം തന്നെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് അനുശോചനം അറിയിച്ചിട്ടുണ്ട്.
എന്തായാലും താനൂർക്കാർക്ക് ഒരു നല്ലൊരു ജനപ്രതിനിധി കൂടിയാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. താനൂർക്കാരെ ഏറെ സ്നേഹിച്ചും താനൂർക്കാർ ഏറെ സ്നേഹിച്ചും വളർന്ന ആ ഒരു വ്യക്തി ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. കുട്ടി കുട്ടി സാഹിബിന് വേണ്ടി അന്ത്യവിശ്രമം ഒരുക്കുന്നത് താനൂർ വടക്കേപ്പള്ളി ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലാണ്. ഇന്ന് രാത്രി 8:30 അദ്ദേഹത്തിൻ്റെ ഖബറടക്ക കർമ്മങ്ങളെല്ലാം. എന്തായാലും മരണപ്പെട്ട കുട്ടി സാഹിബിൻ്റെ ഖബർ ജീവിതം പടച്ചോന് ഹൈറാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു. ബൈ.